ബിരിയാണി ആയതുകൊണ്ടും റെസ്റ്റോറൻ്റ് ആണ് എന്താണെങ്കിലും നമ്മൾ ഫുഡിൽ ക്വാളിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നുള്ളത് മെയിൻ ആണല്ലോ. ഒരേ ലെവലിൽ ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇന്ന് വന്ന ഒരാൾ 2 ദിവസം കഴിഞ്ഞ് വന്നാലോ നെക്സ്റ്റ് മന്ത് വന്നാലോ ഒക്കെ അവർക്ക് ഒരേ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം ഫുഡ്. അതിന് റെസിപ്പി ലോക്ക് ശരിക്കും കറക്റ്റായിട്ട് വേണം. കറക്റ്റ് റെസിപ്പി ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഒരു ഷെഫിൻ്റെ ഒരു മൂഡിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് ഒരിക്കലും മാറാൻ പറ്റില്ല. അതൊക്കെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ചിലപ്പോൾ ഇന്ന് പോയ ടേസ്റ്റ് ചിലപ്പം നെക്സ്റ്റ് ഡേ പോയ കിട്ടാത്ത ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ കൈമാസിൽ എന്തായാലും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരുന്നത് കാണുന്നുണ്ട്. റിവ്യൂസ് നല്ല റിവ്യൂസ് ഉണ്ട്. അതുള്ള എന്തായാലും ആ ക്വാളിറ്റി അല്ല കൺസിസ്റ്റൻസി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതിനെന്തൊക്കെ മെഷേഴ്സാണ് എടുക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് അറിയേണ്ട ഒരു ആഗ്രഹം ഉണ്ടാവും, കറക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. അതിന് എന്തൊക്കെയാണ് മെഷേഴ്സ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, ഇവർക്ക് നമ്മൾ എങ്ങനെ ഫുഡ് കൊടുക്കാൻ ആഗ്രഹിക്കും അതേ നിലയിൽ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ പാടും. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് വരണമെങ്കിൽ അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്താലും പറ്റും. അതിന് നമ്മുടെ ഇടുന്ന ഒരു ഫുഡ് ഉണ്ടാക്കും, ഒരു ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നു, ഇതിനകത്തിടുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ കൃത്യമാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 95% കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. 5% എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കുക്കിങ് കൂടിപ്പോയി കുറഞ്ഞു പോയി ഓവനിലല്ല ടൈമർ സെറ്റ് ചെയ്താൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തും. അല്ലാതെ 95% നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ ഈ ഫുഡ് ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാറുള്ളൂ. ഒരു റെസ്റ്റോറൻറ്റിൽ 100% ഫുഡ് ഫുള്ളും സെയിൽ ആവാറില്ല. എല്ലാവരും എന്തെങ്കിലും സാധനം ബാക്കി വന്നാൽ എല്ലാവരും അല്ല, ചില റെസ്റ്റോറൻറ്റുകാരത് പിറ്റേ ദിവസം ചില്ലറ വല്ലതും മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം അത് കൊടുക്കാറ്. അപ്പം നമ്മൾ തുടക്കം തൊട്ടേ ചെയ്യുന്നൊരു കാര്യം, എന്തെങ്കിലും സെയിൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇന്ന് സെയിൽ മാർക്കറ്റ് ഡൗൺ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ്പോഴൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ നമ്മൾ ഓഫർ ഇട്ട് ഇത് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ കൊടുക്കും. അതുവഴി 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പഴകിയ ഫുഡ് ഇല്ലാതാക്കാൻ അതൊരു കാരണമാക്കും. രണ്ടാമത്, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവാറില്ല. അപ്പോൾ അത് അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അതൊരു ഓഫർ ഇട്ടിട്ട് പെട്ടെന്ന് തീർക്കാനുള്ളൊരു ആ ഒരു പോയിന്റിൽ വരുന്ന ഒരു ട്രസ്റ്റ് ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പഴയ ഭക്ഷണം കൊടുക്കത്തില്ല.